ഇന്നത്തെ എൻ്റെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാറിൻ്റേതാണ്. ഹായ്, ഞാൻ അമ്പിളിയാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ അച്ചാർ തയ്യാറാക്കുന്നതിനായി ഞാൻ 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങൾ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളുടെ തൂക്കമാണ് 1/2 കിലോ പറഞ്ഞത്. എല്ലുള്ള കഷ്ണങ്ങൾ എല്ലാം ഞാനിതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് പോരാത്തത് കാരണം ഞാൻ 1/2 സ്പൂൺ കൂടി ചേർത്തു. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് ചതച്ചത്, 1/4 സ്പൂൺ ഗരം മസാല പൊടിച്ചത്. എൻ്റെ പുതുതായി പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കുറച്ച് നാളായി പൊടിച്ചു വെച്ചതാണെങ്കിൽ കുറച്ചുകൂടി അളവ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവയെല്ലാം കൂട്ടിത്തിരുമ്മി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇതും കൂടി ചേർത്ത് യോജിപ്പിച്ച് 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ കഷ്ണങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാനെടുത്തത്. അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ വറുത്തെടുത്തത്. കൂടുതൽ ഓയിൽ ഒഴിച്ച് ഒറ്റ പ്രാവശ്യമായി വറുത്തെടുക്കാവുന്നതുമാണ്. ഇത് മുങ്ങിക്കിടക്കാത്തത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ടാണ് വറുത്തെടുത്തത്. ഒരുപാട് ബ്രൗൺ നിറമായി കട്ടിയായി പോകേണ്ട ആവശ്യമില്ല, എന്നാൽ നന്നായി വേവുകയും വേണം. ഈ പരുവത്തിന് ഞാൻ വറുത്ത ചിക്കൻ കഷ്ണങ്ങൾ കോരി മാറ്റി വെച്ചു. ഇങ്ങനെ 2 പ്രാവശ്യമായി മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതിന് വേണ്ട മസാലയ്ക്കായി 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ എടുക്കേണ്ടതാണ്. പിന്നെ 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. 1 കഷ്ണം ഇഞ്ചി. ഇത്രയും പാകത്തിന് വിനാഗിരി ഒഴിച്ച് അരച്ചെടുത്തു. ഒട്ടും വെള്ളം ഇതിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ല. ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വിനാഗിരി ഉപയോഗിച്ച് ഇത് അരച്ചെടുത്തു. 3 പച്ചമുളക് കീറിയെടുത്തു. ധാരാളം കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കൻ കഷ്ണങ്ങൾ വറുത്തെടുക്കാൻ ഉപയോഗിച്ച ഓയിലിൽ തന്നെയാണ് ഞാൻ ഈ പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ കൂടുതൽ പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ പച്ചമുളകിന് നല്ല ടേസ്റ്റാണ്. ഇത് കോരി മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയും ഓയിൽ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തതും ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തത് കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണാണ് ഗരം മസാല ചേർത്തിരിക്കുന്നത്. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഉടനടി ഇടണം, മുളക് പൊടി കത്തിപ്പോകരുത്. വെളുത്തുള്ളി ഒരുപാട് ഫ്രൈ ആവണ്ട, എന്നാൽ നന്നായി ആ പച്ചച്ചുക മാറുകയും വേണം. ആ പാകത്തിനാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് ഇളക്കി കൊടുത്തു. ഈ ഫ്രൈ ചെയ്ത ഓയിൽ അല്ലാതെ പുതിയ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. വറുത്തെടുത്ത ഓയിൽ തന്നെയാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വിനാഗിരിയും 1/2 കപ്പ് തന്നെ ചേർക്കണം, അതാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ്. വേറെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കില്ല. 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണാണ്. 2 നുള്ള് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി 2 നുള്ള് മാത്രമേ ഇടാവൂ, കൂടുതലിടരുത്. കായവും കൂടിപ്പോകരുത്. ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒട്ടും ഗ്രേവി ഇല്ലാത്തതിനാലാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തു. എരിവും പുളിയും ഒക്കെ ഒന്ന് കൺട്രോളിൽ വരാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഇവിടെ നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റുള്ള അച്ചാറാണ്. എല്ലാവരും എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.